ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാൽ ഐസ്ക്രീമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്രീമിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ നല്ല ഷേപ്പിൽ ചെയ്തിട്ടുള്ളത് ഒരു മോൾഡിലാണ്. അപ്പോൾ കേക്ക്സിക്കിളിൻ്റെ മോൾഡ് ഇല്ലാതെയും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഐസ്ക്രീമൊക്കെ ഒഴിച്ച് വയ്ക്കുന്ന പോലെ പാത്രത്തിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഐസ്ക്രീം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കിയാൽ മതി. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ മുട്ട ഒഴിവാക്കുകയാണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. ആ സമയത്ത് മധുരം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു ഐസ്ക്രീമിലേക്ക് അത്യാവശ്യം നന്നായിട്ട് മധുരം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മളിത് തണുപ്പിച്ചിട്ടൊക്കെ എടുക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവൂ. പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1 ടീസ്പൂണോളം വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിലുള്ള മുട്ടയും കോൺഫ്ലോറും ഒക്കെ നന്നായിട്ട് തന്നെ മിക്സ് ആവണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിലാണ് ഞാൻ പാലെടുത്തിട്ടുള്ളത്. പാലും ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി അങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിൽ കോൺഫ്ലോറും മുട്ടയൊക്കെ ഒന്ന് കുക്കായി വരണം. അപ്പോൾ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് തിക്കാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ലോയിലേക്ക് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് കൂടി ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ക്രീമി ആയിട്ടാണുള്ളത്. കട്ട പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. നന്നായിട്ട് തണുത്ത് വരണം. ഇതിങ്ങനെ തന്നെ ഏതെങ്കിലും പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് സെറ്റാക്കി എടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കൂടുതലായിട്ട് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിൽ കുറച്ച് വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് ചേർക്കണം. അപ്പോൾ ഇത് തണുക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ കുറുക്കി വെച്ചിട്ടുള്ളതൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ഇതുപോലെ ഒരു സോഫ്റ്റ് പീക്സ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമിൽ അത്യാവശ്യം മധുരമുണ്ട്. പിന്നെ അതുകൊണ്ട് മറ്റേതിലും ഇതിലൂടെ നല്ല മധുരം ഉണ്ടാവും. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെയും മുട്ടയുടെയും ആ ഒരു ക്രീം പോലെ ആക്കി വെച്ചിട്ടുള്ളത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ട്. പിന്നെ കട്ടകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്താലും മതി. ഞാനിപ്പോൾ ഇതിൽ കട്ടകളില്ലാത്തതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ അങ്ങ് മിക്സാക്കി എടുത്താൽ മതി. ബീറ്റർ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ അങ്ങ് ലൂസായിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി അങ്ങ് ലൂസായി പോകും. അതുകൊണ്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല ക്രീമി ആയിട്ടാണുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. ഇതേപോലെയാണ് വേണ്ടത്. ഇത് ഞാൻ ചെയ്തെടുക്കുന്നത് കേക്ക്സിക്കിളിൻ്റെ ആ ഒരു മോൾഡിലാണ്, സിലിക്കണിൻ്റെ മോൾഡിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇതുണ്ടെങ്കിൽ ഇതിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതാകുമ്പോൾ നല്ല ഒരു ഷേപ്പിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലുള്ള പോപ്സിക്കിളിൻ്റെ മോൾഡിൽ ചെയ്തെടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് നന്നായിട്ട് അടച്ച് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐസ്ക്രീം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു കേക്ക്സിക്കിളിൻ്റെ മോൾഡിലേക്ക് ഒഴിക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ ഈസി ആയിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അല്ലാതെ തന്നെ ഒരു സ്പൂൺ വെച്ചിട്ടൊക്കെ കോരി ഒഴിച്ചു കൊടുത്താലും മതി. എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ ഇതുപോലെ അങ്ങ് ഫില്ലാക്കി കൊടുക്കാം.
ഇത് അത്യാവശ്യം വലിപ്പമുള്ള കേക്ക്സിക്കിളിൻ്റെ മോൾഡാണ്. ഇതിൽ ഒരു 4-5 എണ്ണത്തിനുള്ളതാണ് ഞാനിപ്പോൾ ഈ തയ്യാറാക്കിയിട്ടുള്ള അളവ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ചെറിയ മോൾഡൊക്കെ ആണെങ്കിൽ അതിലും കൂടുതലായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ട്. അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് നിരത്തി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഐസ്ക്രീമിൻ്റെ ആ ഒരു സ്റ്റിക്ക് കുത്തി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിൽ വേണം ഈ ഒരു സ്റ്റിക്ക് കുത്തി കൊടുക്കാനായിട്ട്. ഇത് നമ്മൾ കുത്തി കഴിയുമ്പോൾ ആ സ്റ്റിക്ക് കുത്തിയ ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അവിടേക്ക് കുറച്ചുകൂടി ഈ ഒരു ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രീസറിലേക്ക് വയ്ക്കാം. ഒരു 5-6 മണിക്കൂർ എന്തായാലും സെറ്റാക്കി എടുക്കണം. ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇത് ഫ്രീസറിലേക്ക് വയ്ക്കുന്നുണ്ട്. ബാക്കി വന്നിട്ടുള്ളത് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അടച്ചിട്ട് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് മോൾഡൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും പാത്രത്തിൽ ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്താലും മതി. അപ്പോൾ ഇതും അതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ പിറ്റേ ദിവസമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഈ സിലിക്കണിൻ്റെ മോൾഡ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ടിത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റും. ഈ ഒരു മോൾഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു ഷേപ്പിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റിക്ക് കുത്തി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കുത്തി കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റിക്ക് ഇങ്ങനെ മുകളിലേക്ക് വന്ന പോലെ ഇരിക്കും. അത് ഞാൻ കുത്തി കൊടുത്തപ്പോൾ 2 എണ്ണത്തിൽ ആ ഒരു സൈഡ് ചരിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ മോൾഡിൽ നിന്നെല്ലാം എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ട്രൈ ആക്കി നോക്കുക. ഈ ഒരു മോൾഡിൽ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ ഇത് ഒന്ന് പെട്ടെന്ന് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാനായിട്ട് ഇതുപോലെ ഒരു ടാപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ 2 സൈഡിലും ഒന്ന് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്